നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ കർശനമാക്കണമെന്ന് യൂത്ത് ലീഗ്. കൽപ്പറ്റ, പട്ടാമ്പി സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതിനിടെ KM ഷാജിയെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം മുസ്ലിം ലീഗിൽ രൂക്ഷമാവുകയാണ്. 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകരുതെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന പ്രധാന ആവശ്യം. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവർക്ക് മാത്രം 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയാൽ മതി. PK ഫിറോസ്, P ഇസ്മയിൽ, മുജീബ് കാടേരി എന്നിവർക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്നുമാണ് യൂത്ത് ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലെ ആവശ്യം. ഇക്കാര്യം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 30 സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ ആവശ്യം. സീറ്റുകൾ തരുന്നത് പാർട്ടിയാണ്. തീർച്ചയായും യൂത്ത് ലീഗിന്റെ പരിഗണന ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് ലീഗിനായിരുന്നു ഏറ്റവും കൂടുതൽ മുൻഗണന ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയ ഫാക്റ്റായിരുന്നു വിജയത്തിന് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. അന്തിമ തീരുമാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതൊക്കെ സംബന്ധിച്ച് വളരെ വിശാലമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് സംബന്ധിച്ചുള്ള അവസാന കാര്യം നമുക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അറിയാമെന്നേ പറയാൻ പറ്റും. ഇതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയെ കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നതിനെതിരെ EK വിഭാഗം സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തി. ഫേസ്ബുക്ക് ചർച്ചകൾ പല പേരിലും നടക്കുന്നുണ്ടെന്നാണ്. അത് ഏത് വ്യക്തി എന്നുള്ളതൊന്നും സൂചിപ്പിച്ചിട്ടില്ല. സുന്നി പ്രസ്ഥാനത്തെ അവഹേളിച്ച് സംസാരിക്കുന്നവരെയും മതപണ്ഡിതന്മാരെ വേദികളിൽ അധിക്ഷേപിക്കുന്നവരെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുതെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്ത. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.